ഗൈസ്, സുജി നിതിൻ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അപ്പുവിൻ്റെ ഇഞ്ചക്ഷൻ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അവൻ ഉമ്മയൊക്കെ വെച്ച് ഞാൻ ബാസ്ക്കറ്റിലാക്കിയിട്ടൊക്കെ വെക്കുന്നുണ്ട്. അവൻ അറിയുന്നില്ലല്ലോ വെക്കാൻ കൊണ്ടുപോവുകയാണെന്ന്. പാവം എൻ്റെ കുഞ്ഞ്. ഞാനപ്പം ഇടയ്ക്ക് ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയായിരുന്നു അവൻ സേഫ് ആണോ, അവന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഫൈനലി നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തി. അപ്പം ഞാൻ അമ്മു ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അമ്മുനെയും അപ്പുവിനെയും ഞാൻ ഓട്ടോറിക്ഷയിൽ ഇരുത്തിയിട്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുക, ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അവിടെ കൊണ്ടുപോയി നിർത്തത്തില്ല, കാരണം മറ്റു പല ഡോഗ്സും വന്ന് പോകുന്നതല്ലേ. അതുകൊണ്ട് ഇവൻ കുഞ്ഞല്ലേ. വാക്സിനേഷൻ ഫസ്റ്റത്തെ എടുത്തു, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞാനത് ചെന്ന് നോക്കുകയാണ് കേട്ടോ, ഡോക്ടർ ഉണ്ടോയെന്ന്. അപ്പോൾ ഡോക്ടറിൻ്റെ അവിടെ ആളുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ അവനെയും കൊണ്ട് അവിടെ വന്ന് നിന്നു. കാരണം അല്ലെങ്കിൽ നമുക്ക് താമസിക്കും. നമ്മൾ വൈകിട്ടാണ്, ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി നമ്മൾ അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഡോക്ടർ പെട്ടെന്ന് ആ ഒരു ആദ്യത്തെ കസ്റ്റമേഴ്സിനെ വേഗം വിട്ടു കേട്ടോ. അവർ പോകാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് അപ്പുവിനെ ഇയറൊക്കെ ചെക്ക് ചെയ്യാണ്. എല്ലാം ചെക്ക് ചെയ്യും, ഫുൾ ചെക്ക് ചെയ്തിട്ട് അവർ ഇഞ്ചക്ഷൻ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പം അവൻ്റെ എന്താ പറയുക, ഒരു കുഴപ്പമില്ല എന്നുള്ളതിൽ നോക്കുകയാണ്. ആൾ ആക്റ്റീവാണ്, കുഴപ്പമില്ല എന്ന് തന്നെ ഇതായിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടു ചെന്നത്. പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്. പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കും എടുക്കില്ല ഇഞ്ചക്ഷനൊന്നും. അപ്പം മൊത്തത്തിൽ നോക്കുകയാണ്. ഇവർക്ക് എന്താ പറയണ, മൂക്കൊലിപ്പുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഫുൾ ചെക്ക് ചെയ്യണം. അപ്പം വളരെ കൗതുകത്തോടുകൂടി ഒരു സംഭവമുണ്ട്. അവൻ്റെ കണ്ണ് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം ഒരു കണ്ണ് അവൻ്റെ നീലക്കണ്ണാണ്. അപ്പം മറ്റേ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക, ഈ ഒരു കണ്ണ് നീല കണ്ണാണല്ലോ, റെയർ ആണല്ലോ ഷിറ്റ്സൂനെന്ന്. ഷിറ്റ്സൂനെ അങ്ങനെ നമ്മൾ കാണാറില്ലല്ലോ, കണ്ണിങ്ങനെ നീലക്കണ്ണ്. അപ്പം അവൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യണം കേട്ടോ. വെയിറ്റ് ഒരു 2.5 കിലോളം ഉണ്ട് ആൾ. ആദ്യം ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ 1 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2.5 കിലോ ഉണ്ട് കേട്ടോ ആൾ. മെയിൻ ഡോക്ടർ വന്നു കേട്ടോ. അപ്പം മെയിൻ ഡോക്ടർ ഇതേപോലെ ഇയർ ചെക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയറിന് ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു അവന്. അപ്പം അത് ഞാൻ പറഞ്ഞപ്പം ഡോക്ടർ ഇയർ ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഡ്രോപ്സ് ഒഴിച്ച് വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പം ഡോക്ടർ പിന്നെയും അവൻ്റെ കണ്ണിൻ്റെ കാര്യം പറയുമായിരുന്നു. അവൻ്റെ കണ്ണിങ്ങനെ റെയറാണ്. പക്ഷേ ആ കണ്ണിനൊരു പ്രശ്നമുണ്ട്. അവർക്കതൊരു കൂടുതൽ സൺലൈറ്റൊന്നും ഇവർക്ക് കൊള്ളാൻ പാടില്ല. നീല കണ്ണുള്ളവർക്ക് നമ്മുടെ എന്താ പറയണ, ചൂട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പെട്ടെന്ന് ഇതാവും എന്നാണ് പറയണത്. അങ്ങനെ അവന് ഇഞ്ചക്ഷൻ എടുത്തു. ഫസ്റ്റ് ഇഞ്ചക്ഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഇഞ്ചക്ഷനാണ് മക്കളെ പണി പാളിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇഞ്ചക്ഷൻ ചെല്ലുമ്പോൾ ഇവർക്ക് വേദനിക്കും നല്ലതുപോലെ. അപ്പോൾ ഒരു കമ്മൽ ഡോക്ടറിൻ്റെ കയ്യിൽ കമ്മി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എനിക്ക് പിടിച്ച്, കാരണം അവൻ ഭയങ്കരമായിട്ട് കുതറുക, നിൽക്കണില്ല ചെറുക്കൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടിക്കാനുള്ള പരുവത്തിൽ നിൽക്കുക. പക്ഷേ ഞാൻ പിടിച്ചെങ്കിലും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ പിടിച്ച് ആശാനെ കുത്തി വെച്ചു. എന്നിട്ട് നോക്കുക, ഞാനപ്പോൾ ചോദിക്കുക, എന്താടാ ഇത്, കടിക്കാൻ പോവാണെന്നുള്ള രീതിയിൽ. അങ്ങനെ അവനെ വാശി പിടിക്കാന്ന് പറയും. വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ പറയാ, നമുക്ക് അവൻ പിടിച്ച കാര്യം തന്നെ ഒരു വളരെ കുറച്ച് ഭക്ഷണം കഴിക്കും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കൊണ്ട് ഇവനെ പറ്റിക്കാൻ. അപ്പോൾ ഡോക്ടർ പറയണേ ഇവന്മാരെ പറ്റിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഭയങ്കര വാശിക്കാരാണെന്നാണ് പറയണത്. പട്ടിണിയൊക്കെ ഒരു ദിവസം കിടന്നു കളയുമെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ പാവം എൻ്റെ അപ്പൂനെ ഇഞ്ചക്ഷൻ അടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അമ്മൂൻ്റെ മുഖം കണ്ട, അമ്മൂൻ്റെ മുഖം വീർത്തിരിക്കണണ്ട. വീട്ടിൽ നിന്നേ വഴക്ക് പറഞ്ഞു വന്നു പറഞ്ഞ കൊണ്ടിട്ട് അവള് മുഖം ഇങ്ങനെ കയറ്റിപ്പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചെത്തി, ഇഞ്ചക്ഷനൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ചെത്തി. അല്ല അപ്പനെ കൂട്ടിലിടട്ടെ. നിങ്ങളങ്ങനെ തിരിച്ചെത്തി, കൂട്ടി കയറി. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സബും ലൈക്കും ചെയ്യണേ. അപ്പം പുതിയൊരു വീഡിയോ വരുന്നത് വരെ ടാറ്റാ.